ലൈഫ് അട്രാക്ഷനിലെ ബ്യൂട്ടിഫുൾ മെത്തേഡായ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. മൈൻഡ്ഫുൾനെസ്സിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് ശരീരത്തെക്കുറിച്ച് ബോധവാനാവുക, 2 മനസ്സിനെക്കുറിച്ച് ബോധവാനാവുക, 3 നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ബോധവാനാവുക. വിവിധ ചിന്തകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നത് മനുഷ്യ മനസ്സിൻ്റെ വളരെ സാധാരണയായിട്ടുള്ളൊരു സ്വഭാവമാണ്. അതൊരു പ്രശ്നമായി നാം കാണേണ്ടതില്ല. എന്നാൽ ചിന്തകളിൽ അലഞ്ഞു തിരിയുന്ന മനസ്സിനെ ഇടയ്ക്കിടെ നാം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് മൈൻഡ്ഫുൾനെസ്സിലേക്കുള്ള ആദ്യത്തെ പടി. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്യാനാണ് നാം ആഗ്രഹിക്കുന്നത്. അത് നല്ലത് തന്നെയാണ്. എന്നാൽ നാം ആഗ്രഹിക്കുന്ന സമയത്ത് അതിനൊരു ബ്രേക്ക് ചവിട്ടണം. അതായത് നാം വാഹനം ഓടിച്ചു വരുമ്പോൾ എതിർദിശയിലൊരു വാഹനം അതിവേഗത്തിൽ നമുക്ക് നേരെ വരുന്നത് കാണുമ്പോൾ നമ്മെ സുരക്ഷിതമാക്കാൻ നാം ബ്രേക്ക് ചവിട്ടണം. ജീവിതത്തിൻ്റെ ഈ ബ്രേക്കാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ്സിന് 9 സവിശേഷതകളാണുള്ളത്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ സവിശേഷതകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ മനോഹരമാക്കുന്ന ആ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം. ഒന്നാമത്തേത് ക്ഷമ. ഒരാഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ ഒന്നും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ പൂർണ്ണതയിൽ എത്താനാകില്ല. കൊക്കൂണിൽ നിന്നൊരു മനോഹരമായ ചിത്രശലഭം രൂപപ്പെടുന്നത് പോലെയാണ് ഇത്. സമയമെടുത്ത് ചെയ്താൽ മാത്രമേ പൂർണ്ണതയിൽ എത്താൻ കഴിയൂ. അതിനുള്ള ക്ഷമ നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്തത് വിശ്വാസം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും വിശ്വാസത്തോടെ ചെയ്യുക. മറ്റുള്ളവരുടെ പ്രവൃത്തിയിലും വിശ്വാസം ഉണ്ടായിരിക്കുക. മൂന്നാമത്തത് മൈൻഡ്ഫുൾനെസ്സിൻ്റെ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രാക്ടീസാണ്. 2-3 മാസം മെഡിറ്റേഷൻ ചെയ്താൽ അതിൽ നാം വിദഗ്ധനായി എന്നാണ് പലരുടെയും ധാരണ. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്തരം ചിന്തകൾ വരാൻ പാടില്ല. ആസ്വദിച്ചുകൊണ്ടേ ഒരു തുടക്കക്കാരൻ്റെ മനസ്സോടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നാലാമത്തത് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ വിട്ടുകളയുക തന്നെ വേണം. ചില സാഹചര്യങ്ങളിലോ സംഭവങ്ങളിലോ വാക്കുകളിലോ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിക്കളയുക. ഇത്തരത്തിൽ നമ്മെ മോശമായി ബാധിക്കുന്ന ചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രാക്ടീസ് കൂടിയാണ് മൈൻഡ്ഫുൾനെസ്. 5 കൗതുകം നിറഞ്ഞ മനസ്സ്. തുറന്ന മനസ്സോടെ കാര്യങ്ങളെ കാണുക. ഒരു കുട്ടി ആദ്യമായി ഒരു ആനയെ കാണുമ്പോൾ എത്ര കൗതുകത്തോടെയാണ് നോക്കുന്നത്. അതുപോലെയാണ് മൈൻഡ്ഫുൾനെസ്സിനെ സമീപിക്കേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടതും. 6 മുൻവിധികളില്ലാതിരിക്കുക. ഒരു കാര്യത്തെയും നല്ലതെന്നോ ചീത്തയെന്നോ ഉള്ള പേര് കൊടുക്കാതെ മുൻവിധികളില്ലാതെ അതിനെ സമീപിക്കുക. അതിൻ്റെ ഗുണങ്ങൾ മാത്രം കണ്ട് മുന്നോട്ട് പോവുക. ഇത് എളുപ്പവുമല്ല, എന്നാൽ പ്രയാസവുമല്ല. എന്ത് കാര്യത്തിലും ഇത് പ്രാക്ടീസ് ചെയ്യാൻ കൂടെ ഓർക്കുക. മുൻവിധികൾ ഇല്ലാതാകുമ്പോൾ ജീവിതത്തിൽ സമാധാനം വന്നു നിറയും. 7 പതിയെ തുടങ്ങുക. മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്താനായി അമിതമായ പരിശ്രമം ആവശ്യമില്ല. 10-15 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. തുടക്കത്തിൽ തന്നെ 1 മണിക്കൂറൊന്നും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം ചെറിയ ഭാരമെടുത്ത് പിന്നീട് ഭാരം കൂട്ടി ഒരു വെയിറ്റ് ലിഫ്റ്റർ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയാണിത്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ ഉദ്ദേശിച്ച രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. 8ാമത്തത് അംഗീകരിക്കൽ. നമ്മുടെ മനസ്സ് ചിന്തകൾ കൊണ്ട് പലപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്ന് അംഗീകരിക്കലാണ് ആദ്യം വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. 9ാമത്തത് ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും എന്ത് ചെയ്യുന്ന സമയത്ത് നമ്മളോട് തന്നെയും മറ്റുള്ളവരോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി മാറുക. നിങ്ങൾക്ക് നന്ദി തോന്നുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക. എപ്പോഴും നമ്മുടെ കൂടെയുള്ളൊരു ശീലമായ ഗ്രാറ്റിറ്റ്യൂഡിനെ മാറ്റുക. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതോടെ ഈ 9 സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധയോടെയോ ഏകാഗ്രതയോയുമാണ് വേണ്ടത്. ശ്രദ്ധയാണ് ഇവിടെ വേണ്ടത് മെയിനായിട്ട്. ഏകാഗ്രതയ്ക്ക് വേണ്ടി ശ്രമിക്കേണ്ടതില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബലം പിടിച്ച് ഫോക്കസ് ചെയ്യരുത്. ഉദാഹരണത്തിന് നമ്മുടെ വലത് കൈ ഒന്ന് മുകളിലേക്ക് ഉയർത്തുക. അതിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മൈൻഡ്ഫുൾനെസ് പ്രോസസ്സ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കാലൊന്ന് ഫീൽ ചെയ്യുക. കണ്ണട വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുഖത്തും ചെവികളിലുമായി ഫീൽ ചെയ്യുക. കണ്ണടച്ച് ചുറ്റുപാടും നടക്കുന്ന ശബ്ദങ്ങളും കൂടി ശ്രവിക്കുക. യോഗ, മെഡിറ്റേഷൻ എന്നിവയെല്ലാം ഇതിലേക്ക് എത്താനുള്ളൊരു ടൂൾ മാത്രമാണ്. വീണ്ടും പറയുകയാണ്, നമ്മുടെ മനസ്സ് പലവിധ ചിന്തകളാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രോസസ്സാണ് മൈൻഡ്ഫുൾനെസ്. നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് ലളിതമായി പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബൈ ബൈ, ടേക്ക് കെയർ.